ദൈവമേ പണി പാളല്ലേന്നേ ഉള്ളൂ മനസ്സിൽ ആഗ്രഹം. പാളത്തില്ല കേസ്, നമുക്ക് പാളിപ്പിക്കത്തില്ല. ഈ സാധനം എപ്പോഴും എൻ്റെ പുറകെ വല തൂങ്ങി നടക്കുന്നുണ്ടേ. എന്താ പറയുന്നേ, വീട്ടിൽ എങ്ങനെ ഞാനിത് സെറ്റ് ചെയ്തെടുക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക് ഗൈസ്. വെൽക്കം ബാക്ക് ടു ലീവ് ഫോർ ഹാപ്പി ഗൈസ്. അപ്പം നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ ഗൈസ്, നമ്മുടെ പാർട്ട്ണർ പാറുവിൻ്റെ പിറന്നാളാണെന്ന്. അപ്പോൾ ബർത്ത്ഡേ ആയിട്ട് ചെറിയ എന്തെങ്കിലും സർപ്രൈസ് കൊടുക്കണം എന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇന്നലെ നൈറ്റ് സർപ്രൈസ് കൊടുക്കുമെന്നാണ് പുള്ളിക്കാർ വിചാരിച്ചത്. പക്ഷേ ഞാൻ വലിയ രീതിയിൽ വിഷ് ചെയ്തൊന്നുമില്ല. നൈറ്റ് രാവിലെ എണീച്ചപ്പോഴാണ് വിഷ് ചെയ്തത്. സാധാരണ 12 മണിയാകുമ്പോൾ വിഷ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് കൊടുക്കുന്നതായിരുന്നു. അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാറുവിനെ നമ്മൾ എന്താ പറയുന്നത്, പ്രതീക്ഷിക്കാതെ ഒരു സർപ്രൈസ്, ചെറിയ രീതിയിൽ ഒരു സർപ്രൈസ് കൊടുക്കാൻ പോകുന്നു. അതും നമ്മൾ എന്താ പറയുക, എന്തെങ്കിലും ക്രിയേറ്റിവിറ്റിയായിട്ട് ചെയ്ത് അത് ചെയ്യണമെന്നാണ് എൻ്റെ മനസ്സിൽ. അപ്പോൾ ആ ഒരു വീഡിയോയിലേക്കാണ് കേസ് നമ്മൾ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ 66 ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്ത് പരിപാടി സെറ്റ് ചെയ്യണമെന്ന് ഇങ്ങനെ ആ ഒരു കൺഫ്യൂഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവസാനം ഏകദേശം എനിക്കൊരു ഊഹം കിട്ടി. അപ്പോൾ ആ ഒരു പരിപാടിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പം ഓൾറെഡി ഞാൻ ഇന്നലെ രാത്രി വിഷ് ചെയ്തില്ല, കൂടുതൽ സംസാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇച്ചിരി ആ ഒരു മൂഡ് ഓഫിലാണ്. പിന്നെ രാവിലെ ഞാൻ എന്താ പറയുന്നത്, ഇദ്ദേഹത്തിൻ്റെ സ്റ്റോറിയൊക്കെ ഇട്ടത് ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ട്. രാവിലെ 10 മണിക്കൊക്കെയാണ്. അപ്പോൾ എന്താ പറയുന്നത്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു സർപ്രൈസ് എന്തായാലും കൊടുക്കാം. നമുക്ക് കുറേ നിൽക്കുന്ന ഇത് വേറെ ഒന്നുമല്ല, ഇവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിനുവേണ്ടി വന്ന വണ്ടിയാണ്. ഈ വണ്ടി മാറ്റിയാൽ നമുക്ക് നേരെ അടുത്ത് നമ്മുടെ സ്പോട്ടിലേക്ക് ചെല്ലാം. നമുക്ക് നമ്മുടെ പാറുവിന് ഒരു നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കണം. അത് എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാറുവിന് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ളൊരു ഗിഫ്റ്റ് ആയിരിക്കണം. അത് പ്രിയപ്പെട്ടതാവും, അങ്ങനെയുള്ളൊരു ഗിഫ്റ്റാണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പം അതിനുവേണ്ടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പാറുവിന് എന്തായാലും ഞാൻ മനസ്സിൽ കണ്ട ആ ഗിഫ്റ്റ് പാറുവിന് ഏറ്റവും ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ ഒരു ധാരണ. എന്തായാലും നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം കേസ്. ഓക്കെ, നമ്മൾ നേരെ എത്തിയേക്കുന്നത് വൈഗ സ്റ്റുഡിയോയിലേക്കാണോ. ഇവിടെ നിന്നാണ് നമുക്ക് നമ്മുടെ ചെയ്യാൻ കൊടുത്തേക്കുന്നത്. അപ്പം കുറേ ഫ്രെയിംസ് ഉണ്ട്. അപ്പം ഫ്രെയിംസ് എല്ലാം നോക്കി എന്നിട്ട് അതിനകത്തു നിന്ന് നമുക്ക് വേണ്ടപ്പെട്ട ഫ്രെയിമാണ് എടുക്കേണ്ടത്. അപ്പം ഞാനൊരു ഫ്രെയിം എടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഫ്രെയിം സെറ്റായിരിക്കും ഗൈസ്, അത്യാവശ്യം ഇത് മതിയാവും. അപ്പം അങ്ങനെ നമ്മൾ എന്തായാലും ഈ ഒരു ഫ്രെയിം നമ്മുടെ ഫോട്ടോ ആയിട്ട് സെറ്റ് ചെയ്യാൻ കൊടുത്തേക്കാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ അതിനുള്ള ഏകദേശമുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കുറച്ച് മെഴുകുതിരി വേണം ഗൈസ്. അപ്പോൾ നമുക്കിനി മെഴുകുതിരി മേടിക്കാൻ വേണ്ടി പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ എന്താ ഫോട്ടോ പ്രിൻറ്റ് ചെയ്യാൻ കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ഫോട്ടോ ആണ് ഗൈസ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത്. അതെന്താണെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ല. അത് വൈകുന്നേരം ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങളെ കാണിക്കാം. കാരണം പാർവതിക്ക് ശരിക്കും ഇഷ്ടപ്പെടും ഗൈസ്, ശരിക്കും ഇഷ്ടപ്പെടും. കാരണം പാർവതിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു ഫോട്ടോയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പാർവതിക്ക് നല്ല സന്തോഷമാകും. ഇപ്പോൾ ഗൈസ്, നമുക്കിനി നേരെ അടുത്ത നമ്മുടെ പരിപാടിയിലേക്ക് പോകാം. നമുക്കിനി നേരെ ചെന്ന് നമ്മുടെ കുറച്ച് മെഴുകുതിരി വാങ്ങി ഗൈസ്. ആരെങ്കിലും വീട്ടിൽ ആരുടെ ബർത്ത്ഡേ ഉണ്ടെങ്കിലും മുന്നിട്ടിറങ്ങി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നൊരു ആളാണ് പാറു. എല്ലാവർക്കും സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുക, എല്ലാവർക്കും ട്രീറ്റ് കൊടുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. എന്താ പറയുന്നത്, പുള്ളിക്കാരിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര മൈൻഡാണ്. അപ്പം നമ്മളും എന്താ പറയുന്നത്, പുള്ളിക്കാരിക്ക് ആ പറയുന്ന പോലെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കൊടുക്കണം എന്ന് ഞാൻ കഴിഞ്ഞ മാസം പോലെ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്ങനെ കൊടുക്കും, എന്ത് കൊടുക്കും, ഞാൻ എന്ത് കാണിച്ചാലും പാറു പെട്ടെന്ന് പിടിക്കും തന്നെ. കാരണം ഞാൻ എന്തെങ്കിലും സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ പാർവതിന് മനസ്സിലാവും ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ഇയാൾ പെട്ടെന്ന് തന്നെ പിടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വലിയ പിടി കൊടുത്തില്ല, വലിയ മോഹം കൊടുത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, ഓട്ടോമാറ്റിക് ഇയാൾ വിഷ് ചെയ്യാൻ സാറിന് 12 മണിക്ക് വിഷൊക്കെ ചെയ്യുന്നതാണ്. ഞാൻ 12 മണിക്കൊന്നും എന്താ പറയുക, വിഷ് ചെയ്യുന്നില്ലെന്നല്ല, വലിയ ഇത് കൊടുത്തില്ല. ഇന്നലെയൊക്കെ ആയാലും രാവിലെ എണീറ്റപ്പോഴും ഞാൻ സ്റ്റോറിയൊക്കെ ഇടാൻ വളരെ ലേറ്റായിട്ട് 10 മണിയൊക്കെ ആയപ്പോൾ ഇട്ടത്. ഓൾറെഡി അയാൾ ഇപ്പം ഭയങ്കര എൻ്റെ സ്റ്റോറിയൊക്കെ ഇയാൾ 10 മണിക്കായിട്ടത്. കൂട്ടുകാരുടെയൊക്കെ സ്റ്റോറി നേരത്തെ 12 മണി 1 മണിക്കൊക്കെ ഇടുമെന്നുള്ള ഒരു മൈൻഡിലൊക്കെയാണ് പുള്ളിക്കാരി നിൽക്കുന്നത്. പക്ഷേ നമ്മുടെ മനസ്സിലെന്താണെന്നുള്ളത് പുള്ളിക്കാരിക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ എന്നാലും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. പുള്ളിക്കാരി എന്തായാലും ഹാപ്പി ആക്കണം ഗൈസ്, അത്രേ ഉള്ളൂ. പാറുവിനെ നമ്മൾ ഹാപ്പി ആക്കും. ദൈവമേ പണി പാളല്ലേന്നേ ഉള്ളൂ മനസ്സിൽ ആഗ്രഹം. പാളത്തില്ല ഗൈസ്, നമുക്ക് പാളിപ്പിക്കത്തില്ല. ഈ സാധനം എപ്പോഴും എൻ്റെ പുറകെ വല തൂങ്ങി നടക്കുന്നുണ്ടേ. എന്താ പറയുന്നത്, വീട്ടിൽ എങ്ങനെ ഞാനിത് സെറ്റ് ചെയ്തെടുക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക് ഗൈസ്. കാരണം ഇതെങ്ങനെ സെറ്റ് ചെയ്തെടുക്കും വീട്ടിൽ, എൻ്റെ ഒരു മൈൻഡിലുള്ളത്. ഇവളെപ്പോഴും എൻ്റെ പുറകിൽ നടക്കുന്നുണ്ട്. അതാണൊരു ടാസ്ക് എന്ന് പറയുന്നത്. അതിനെന്തെങ്കിലും വഴി ഉണ്ടാക്കണം. ഗൈസ്, നമുക്ക് എന്തായാലും കടയിലെത്തി നമുക്ക് പോയി മെഴുകുതിരി മേടിക്കാം. ഓക്കെ, നമ്മുടെ
മെഴുകുതിരി നമ്മുടെ കയ്യിൽ എത്തിയിരിക്കുന്നു. നമ്മൾ 2 കൂടി മെഴുകുതിരി മേടിച്ചിട്ടുണ്ട്. ഈ മെഴുകുതിരി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഗാർഡൻ ഏരിയയിൽ അത്യാവശ്യം സെറ്റ് ചെയ്ത് ആ ഒരു വൈബിലാക്കി എടുക്കാൻ വേണ്ടിയാണ്. നമുക്ക് സ്പെഷ്യൽ പായസം കൊണ്ടുവരുന്നുണ്ട്. നല്ല നാടൻ പായസം. സേമിയ ഹാപ്പി ബർത്ത്ഡേ ടു യു മൈ ഡിയർ ഡോൾ. ചിയേഴ്സ്. അങ്ങനെ ഒരു പിറന്നാളൂടെ വന്നെത്തി. എന്താണ് നിനക്ക് പറയാനുള്ളത്? പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല, എല്ലാ ദിവസത്തെ പോലെ തന്നെ. ദിവസത്തിന് മാറ്റമില്ല, നിനക്കൊരു വയസ്സൂടെ കൂടി. ചിയേഴ്സ് ഫോർ അനദർ ഇയർ ഏജ്. പുതുതായിട്ട് തുറക്കാൻ പോണം അല്ലേ? ഹാപ്പി. താങ്ക് ഗോഡ്. ഓക്കെ, ഇനി നിനക്ക് ജീവിതത്തിൽ അങ്ങോട്ടുള്ള ജീവിതം മൊത്തം സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊള്ളുന്നു ഒരു ഭർത്താവ് എന്ന നിലയിൽ. അപ്പോൾ താങ്ക് യു ഫോർ ദ പായസം. ഓക്കെ, നീ ഹാപ്പി അല്ലേ? ആണോ? അമ്മ ഉണ്ടാക്കിയതല്ലേ? ഓ, അപ്പം അമ്മായിയമ്മ മരുമോൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്ത പായസമാണ് ഗൈസ്. അപ്പം അമ്മായിയമ്മയുടെ സ്നേഹമാണിത് ഈ പായസത്തിൽ നിറയെ. അപ്പം ആരാ? അതെ, ലക്ഷ്മി ഇതൊക്കെ കണ്ട് കഷ്ടം. അവൾ ആ മംഗലാപുരത്ത് ഹോസ്റ്റലിൽ നിന്ന് റൊട്ടിയും ഊത്ത ഡാലുകറിയും കഴിച്ച് ഒരു പരിവയ്ക്കണം. ലക്ഷ്മി നല്ല സൂപ്പർ പായസമാടി. അപ്പോൾ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ കഴിച്ച് നമുക്കിനിയിപ്പോൾ ഇത് കാലിയാക്കാം. അടിപൊളി. അപ്പോൾ പായസം അടിച്ച് മത്ത് പിടിച്ചിട്ട് കിടക്കാം. നമ്മുടെ ഗിഫ്റ്റ് നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. ഏകദേശം 4 മണിയാകുമ്പോഴത്തേക്ക് തരാമെന്നാണ് പറഞ്ഞത്. ഞാൻ പോയപ്പോൾ ഒരു 5 മണി 5:30 ആയപ്പോഴാണ് പോയത്. കാരണം അദ്ദേഹത്തിനെ കണ്ണു വെട്ടിച്ചൊന്ന് പോകണമല്ലോ, അല്ലെങ്കിൽ എവിടെ പോയി എന്തിനു പോയെന്നൊക്കെ ചോദ്യം വരും. ഓൾറെഡി രാവിലെ പോയത് എന്തിനാന്നൊക്കെ ചോദ്യം വന്നു. അപ്പം ഞാൻ പറഞ്ഞ് ഇതുവരെ റോഡിൽ പോയതാണ്, നാരങ്ങ വെള്ളം കുടിക്കാൻ തോന്നി, അതിനുവേണ്ടി റോഡിൽ പോയതാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നാരങ്ങ വെള്ളവും പപ്സും കഴിക്കാൻ തോന്നി, അതുകൊണ്ട്. അപ്പം പറഞ്ഞു പപ്സ് ഒറ്റയ്ക്ക് പോയിരുന്ന് കഴിച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര എന്താ പറയുന്നത്, അലമ്പ് പരിപാടിയായി പോയി. ഒരു ബർത്ത്ഡേ ആയിട്ട് എനിക്കൊരു മുട്ടായി പോലും മേടിച്ച് തന്നില്ല. ഇയാൾ ഒറ്റയ്ക്ക് പോയിട്ട് നാരങ്ങ വെള്ളം കുടിച്ചോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര ചോറ് ബാറാക്കി. എന്തായാലും ഗൈസ്, പുള്ളിക്കാരി ഇതൊന്നും എന്താ പറയുന്നത്, ഇതൊന്നും എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുകയാണ്. കാരണം ഞാൻ വളരെ ലേസി ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ദിവസം ഞാൻ പുള്ളിക്കാരുടെ മുന്നിൽ നിൽക്കുന്നത്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ എന്താ പുള്ളിക്കാർക്ക് ഒരു ഐഡിയ കൊടുക്കരുതല്ലോ. കാരണം ഞാൻ പറഞ്ഞില്ല, ഒരു ഐഡിയ മാറി കഴിഞ്ഞാൽ മനസ്സിലാവും. അത്രയ്ക്ക് ഭയങ്കരമായിട്ട് ഒരാളെ ശ്രദ്ധിക്കുന്ന ആളാണ്. അപ്പം ഗൈസ്, നമുക്കിത് ഇതൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കാം. നമ്മൾ ചെറിയൊരു കേക്കാണ് ഗൈസ് മേടിച്ചിരിക്കുന്നത്, വേറെ ഒന്നുമല്ല. ഞങ്ങൾ 2 പേരും പൊതുവേ കേക്ക് എല്ലാ പെട്ടവും മേടിച്ചിട്ട് ഒരുപാട് കഴിക്കത്തില്ല. അമ്മ കഴിക്കൂല കേക്ക്. അങ്ങനെ അമ്മയുടെ അമ്മയ്ക്ക് ഷുഗറുണ്ട്, രണ്ടമ്മച്ചമ്മയും കഴിക്കൂല. പിന്നെ ഞാനും അദ്ദേഹമുള്ളൂ കഴിക്കുന്നത്. നമ്മൾ കുറച്ചേ കഴിക്കൂ. പിന്നെ നമ്മളത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് കഴിക്കേണ്ടി വരും. കാരണം അനിയത്തിയോടില്ല. അതുകൊണ്ട് ഞാൻ ചെറിയൊരു പീസ് കേക്കേ മേടിച്ചുള്ളൂ, ഒരു മധുരം എന്നുള്ള രീതിയിൽ. നമ്മുടെ മെയിനായിട്ടുള്ള നമ്മുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗിഫ്റ്റാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, നമുക്ക് ഇച്ചിരി കൂടെ ഒന്ന് നേരം വൈകിട്ട് നമ്മുടെ ടൈമിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമുക്ക് ചെല്ലാം. എന്തായിരിക്കും റിയാക്ഷൻസ് ഒന്നും അറിയാമല്ലോ. അപ്പോൾ ഓക്കെ ഗൈസ്, ഒരു ചായ ഇട്ടാടി. എന്തുവാടി ഒരു ചായ ഇട്ടാടി? എന്തുവാടി, ഒരു പിറന്നാൾ ദിവസമായിട്ട് ഞാൻ നിന്നോടൊരു ഇത് പറയില്ലയോ? അതുപോലും കേൾക്കില്ലേ നീ? റോഡി ഞാൻ ചുമ്മാ കറങ്ങാൻ പോയതാ. വൈകുന്നേരം വണ്ടി എടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാ. ഞാനെന്താ, എനിക്ക് ഇറങ്ങാൻ പോകാൻ പറ്റത്തില്ലയോ? നീ കിടന്ന് ഉറക്കമല്ലായിരുന്നോ? വിളിച്ചാലും നീ അങ്ങോട്ട് വേണം തിരിഞ്ഞു. പിന്നെ രാവിലെ മുതൽ ഞാൻ അവിടെ പോയി 2 പപ്സ് കഴിച്ചെന്നും പറഞ്ഞുകൊണ്ട് നീ അതിന്റെ പണം കിടക്കില്ലേ? വെളിയിൽ പോകുമ്പോ നമ്മൾ എങ്ങനെ പപ്സ് മേടിച്ചോണ്ട് തരുന്നത്? ഇല്ല ഇത് ഞാൻ ചുമ്മാ വെളിയിൽ പോയപ്പോ കണ്ണാടി കൂട്ടിനകത്ത് പപ്സ് ഇരിക്കുന്നുണ്ട്. ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ തോന്നി, നാരങ്ങ വെള്ളം കുടിച്ചു. നീ കുഞ്ഞൊന്നും അല്ലല്ലോ മിഠായി മേടിച്ചു തരാൻ. പിന്നെ കൊച്ചു കുഞ്ഞല്ലേ, നീ കടലമിഠായി തന്നെയാണ്. എവിടെ പോവാ? ഇത് ചായട്ടാടി, എവിടെ പോവാ? തുറക്കരുത്, അതൊന്നുമില്ല. കൈസ് പൊളിച്ച് എന്തുവാ? അതൊന്നുമില്ല. എടി അലമ്പി, നീ എൻ്റെ ബർത്ത്ഡേ പാർട്ടി പൊളിച്ചോളാ. നീ എൻ്റെ സർപ്രൈസ് മൊത്തത്തിൽ പൊളിച്ചത് നീ. ഗൈസ്, നമ്മുടെ പ്ലാൻ പകുതി പൊളിഞ്ഞോ ഗൈസ്, വേറെ ഒന്നുമല്ല. പക്ഷെ നീ സർപ്രൈസ്ഡായി.
ഗിഫ്റ്റ് ആയിട്ട് സർപ്രൈസ് ആയി. പക്ഷേ സംഭവം ചെറുതായിട്ടൊന്ന് പൊളിച്ചിട്ടുണ്ട് ഗൈസ്. വേറെ ഒന്നല്ല, ഇവിടെ കണ്ടുപിടിച്ചു ഗൈസ്. ഇവിടെ കാറ് തുറന്നു. എന്തായാലും ഗൈസ് നമ്മുടെ ബാക്കിയുള്ള പരിപാടി എന്തായാലും ഇതായില്ല. അതേ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ഗൈസ്. വരൂ ബർത്ത്ഡേക്കാർ വരൂ. ഇഷ്ടപ്പെട്ടോ? മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. നീ രാവിലെ എന്നെ എന്നൊക്കെയാടി പറഞ്ഞേ? എന്നെ ഇനിയും എന്നെ പറയാൻ ബാക്കിയൊന്നുമില്ല. ഞാനൊരു മുട്ട പപ്സ് കഴിച്ചെന്നും പറഞ്ഞുകൊണ്ട് എന്നെ എന്തൊക്കെയാടി നീ പറഞ്ഞേ? പറ എന്നൊക്കെയാ നീ പറഞ്ഞേ? ഓക്കെ, എന്തായാലും ഇത് കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ കാര്യം എന്തായാലും. എടേ നീ ഹാപ്പിയാണോ? ശരി, നീ എക്സ്പെക്ട് ചെയ്തായിരുന്നോ ഡി? നീ എന്താ എക്സ്പെക്ട് ചെയ്തു? പിന്നെ അതെന്താന്ന് വെച്ചാ പിറന്നാളിനെ ആഘോഷിക്കണമെന്ന് പറഞ്ഞു. പിറന്നാള് വരുന്നത് ഫെബ്രുവരി 8-ാം തീയതിയാ നാള് വരുന്നത്. അപ്പം ഞാൻ അന്നേ ഒരു കേക്കും എന്താ അമ്മയാണേലും. പക്ഷെ നമ്മള് ഡേറ്റിനല്ലേ സാറിന് കേക്ക് മുറിച്ചോണ്ട്. അല്ല അത് ഓക്കെ, പക്ഷെ ഞാൻ എക്സെപ്റ്റ് ചെയ്തത് അന്നാ. അതല്ല, കൂടുതൽ നീ എക്സെപ്റ്റ് ചെയ്ത് വേറെ ഒന്നുമല്ല. ഞാനിവിടെ ഇന്നലെ മുതല് ഒന്നും പ്രിപ്പയർ ചെയ്യുന്നതോ കേക്ക് കട്ട് ചെയ്യുന്നതൊന്നും പറയുന്നത് സാധാരണ പറയും കേക്ക് മേടിക്കാന്നൊക്കെ പറയും. ഞാൻ വളരെ ലേസി ആയിട്ട് ഇൻട്രസ്റ്റും ഇല്ലാതെ നിന്നെ ഇന്നലെ വൈകിട്ട് മുതൽ ഒരുമാതിരി മൈൻഡ് ചെയ്യുന്നില്ല, വഴക്ക്. അപ്പൊ എനിക്ക് ദേഷ്യം വന്നു. രാവിലെ മൊത്തം ഞാൻ മുഖം നിറച്ചു. ഇതെല്ലാം എന്റെ പ്ലാൻ ആയിരുന്നു അടി, ഇതെല്ലാം എന്റെ പ്ലാൻ ആയിരുന്നു. ഞാൻ തിന്നട്ടെ, കേക്ക് മുറിക്കാൻ കഴിച്ചു. ഓക്കെ, ബർത്ത്ഡേ ടു മീ പറ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ പാറു, ഹാപ്പി ബർത്ത്ഡേ ടു യു. സംഭവം ഏകദേശം പകുതി പൊളിഞ്ഞെങ്കിലും എന്നാലും ഏകദേശം എന്താ പറയുക, നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളാണ്. ആളെല്ലാം ഹാപ്പി ആയിട്ടുണ്ട്. ഹാപ്പി ആവണമെന്നായിരുന്നു നമ്മുടെ ഒരു എന്താ പറയുന്നത്, നമ്മുടെ ഒരു തിങ്കിങ് അങ്ങനെ ആയിരുന്നു. അതെന്തായാലും ആയിട്ടുണ്ട്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ടു യു. ഒരുപാട് ഐശ്വര്യങ്ങളും ഒരുപാട് അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. അപ്പോൾ ഗൈസ്, എന്തായാലും നമ്മുടെ എന്താ പറയുന്നത് വീഡിയോ നമ്മൾ ഇത്രയും എത്തിച്ചിട്ട് ലാസ്റ്റ് എത്തിയപ്പോഴത്തേക്കും അതൊരു വേറെ രീതിയിലേക്ക് പോയി. സത്യം പറഞ്ഞാൽ ഇവിടെ ആ ഡോർ തുറക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഗൈസ്. ഞാൻ അതിനാണ് അവിടെ ചുറ്റിപ്പറ്റി അവിടെ പോയി നിന്നത്. പക്ഷേ വേറൊരു ചാർജറിൻ്റെ പിൻ അതിനകത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ അത് പോയി തുറന്നത്. പക്ഷേ തുറന്നപ്പോൾ ഇവിടെ സർപ്രൈസ്ഡായി. പക്ഷേ നമ്മുടെ കുറച്ച് കുറേ പരിപാടികൾ അവിടെ ചെറുതായിട്ടൊന്ന് പാളിപ്പോയി ഗൈസ്. പക്ഷേ കുഴപ്പമില്ല. നിന്റെ കേക്ക് കൂടി അമ്മയ്ക്ക് കൊടുക്കുക. താങ്ക് യു. നീ വരുമ്പോ വലിയ കേക്ക് മുറിക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ബർത്ത്ഡേക്കാരുടെ ബർത്ത്ഡേ ഇങ്ങനെ ഒരു സസ്പെൻസ് കൊടുക്കാൻ പറ്റിയതിൽ ഞാൻ സന്തോഷിക്കുന്നു. നീ ഹാപ്പി അല്ലേ? പറഞ്ഞാൽ മതി. എനിക്ക് സർപ്രൈസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ചെന്ന് തുറന്നില്ലായിരുന്നു. ഇത് ഒന്നുകൂടി ഭയങ്കര സർപ്രൈസ് ആയിട്ട് കിട്ടും. ഞാൻ വഴക്കത്താക്കിയാണ് രാവിലെ തൊട്ട്. അയ്യോ, ഒരു കാര്യം മറന്നുപോയി. ഈ ഫോൺ പിടിച്ചേ. നമ്മുടെ മെയിൻ സാധനം എന്തുവാന്നുള്ളത് വിട്ടുപോയി. നമ്മുടെ ഗിഫ്റ്റ് എന്തുവാന്നുള്ളത് ഇതുവരെ പാറു തുറന്നു നോക്കിയിട്ടില്ല. ഞാൻ അപ്പോഴേ തട്ടിപ്പറിച്ച് കൈ മേടിച്ച് വെച്ച്. കാരണം ഗിഫ്റ്റ് എന്തായാലും ഓപ്പൺ ചെയ്യാനുള്ള ഒരിത് നമ്മളിവിടെ വെച്ചേ പറ്റത്തുള്ളതെന്ന് ഓൾറെഡി നമ്മൾ പാറുകൊണ്ട് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഒരു മിനിറ്റ്, ഇപ്പുറത്തെ കയ്യിലോട്ടൊന്ന് പിടിച്ചോട്ടെ. പാർവതി ഓൾറെഡി ഗസ് ചെയ്തിട്ടുണ്ട് കുറേ കാര്യങ്ങൾ. എന്തായാലും ഗസ് ചെയ്ത് എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ലവ് യു സോ മച്ച്. ഓക്കെ, പൊട്ടീര്. ഫോട്ടോ ഫ്രെയിം വന്നോ? ഫോട്ടോ ഫ്രെയിം ആണ്. എന്നെ കിട്ടുന്നോ അതുപോലെ?
ഞാൻ പറഞ്ഞ തന്നെ എന്ത് തുറക്ക് തുറക്ക്. അത് ഇട്ടേരെ, കുഴപ്പമില്ല കുഴപ്പമില്ല, അത് ഇട്ടേരെ. അയ്യോളാ. ഗൈസ്, ഇതാണ് നമ്മൾ ചെയ്ത് കൊടുത്ത ഫോട്ടോ ഫ്രെയിം. നമ്മുടെ പാർവതി അച്ഛനാണ്, മൈ ഫാദർ ലോ. ഇഷ്ടപ്പെട്ടോ? ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടോ? എത്രമാത്രം ഇഷ്ടപ്പെട്ട്? എത്ര ഇഷ്ടമായി? അതിൻ്റെ മനസ്സെനിക്കറിയാമെന്നുള്ള കാര്യം ഇതുണ്ടോ? അപ്പം ഗൈസ്, നമ്മുടെ ഈ ഒരു ഗിഫ്റ്റ് ആണ് നമ്മൾ പാറുവിന് കൊടുത്തത്. പറഞ്ഞ ഏറെ ഇഷ്ടപ്പെടുന്നൊരു ഗിഫ്റ്റാണ്. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ യാത്ര തുടങ്ങിയിട്ടുള്ള 2ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു പാർവതിയുടെ, അല്ലേ? മൂന്നാമത്തെ ബർത്ത്ഡേ. അതെ, ഞങ്ങൾ പരിചയപ്പെട്ടുള്ള ഞങ്ങളുടെ 3ാമത്തെ ബർത്ത്ഡേ. ഇനിയുള്ള ബർത്ത്ഡേകളും നമുക്ക് സന്തോഷമായിട്ട് അടിപൊളിയായിട്ട് ഒരുപാട് നല്ല നല്ല ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് നീങ്ങാൻ പറ്റട്ടെ എന്ന് ദൈവം തമ്പുരാനോട് പ്രാർത്ഥിച്ചു കൊള്ളുന്നു. അപ്പം അങ്ങനെ നമുക്ക് ഈ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഒരുപാട് വലിയ എക്സ്പെൻസ് ആയിട്ടുള്ള പരിപാടികളൊന്നുമല്ലേ ഗൈസ്, ചെറിയ രീതിയിൽ ലൈറ്റായിട്ടൊരു ബർത്ത്ഡേ പാർട്ടി ഒന്നും പറയാൻ പറ്റുന്നില്ല, ബർത്ത്ഡേ. അപ്പോൾ ഗൈസ്, ഈ ഒരു എന്താ പറയുന്നത്, ഗിഫ്റ്റ് ചെയ്യാൻ ഞാൻ നേരത്തെ മുതലേ ഞാനിങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം പാറു ഏറ്റവും കൂടുതൽ ഹാപ്പി ആവുന്ന ഈ ഒരു മൊമെൻറ്റിലായിരിക്കും എന്ന് എനിക്കറിയാം. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ ഈ ഒരു ചെറിയ വീഡിയോ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.